കേസ് വിളി. പ്രിയ കോടതി സദസ് കഴിഞ്ഞ ജൂൺ ആദ്യവാരം കാവുംപുറ സന്തോഷിന്റെ കല്യാണ ദിവസം രാത്രി 12 മണിക്ക് അർദ്ധരാത്രിയിൽ കട്ടിലൊടിഞ്ഞു വീണ് പരിക്കുപറ്റി. സന്തോഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടിൽ പണിത തടിപ്പണിക്കാരൻ പുഷ്പനെ വിസ്തരിക്കുവാൻ വേണ്ടി ഈ കോടതി സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇത് കോടതിയാണ് മെഗാ ഷോ ആണ്. മെഗാ ഷോ. കോടതിയിൽ മെഗാ ഷോ കാണിച്ചതിന് വക്കീലിന് 5000 രൂപ പിഴ. വാദമുള്ളത് പരിപാടിക്ക് വിളിക്കലേ ഞാൻ തിരുമല ചന്ദ്രന്റെ അടുത്ത് ഞാൻ പറഞ്ഞതായത്. കാസ് കെട്ട് വിളി, കാസ് കെട്ട് വിളി. വക്കീലെ പോണ്? അല്ല, വാറ്റുകാരി രമണി ദോ പോന്നു. ആ കേസ് കെട്ടങ്ങ് വിട്. ഇവിടുത്തെ കേസ് കെട്ട് വിളി. സന്തോഷിന്റെ ആദ്യ രാത്രിയിൽ കട്ടിൽ പണിത് കൊടുത്ത് തടിപ്പണിക്കാരൻ പുഷ്പൻ ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോ? നിന്നെയാണ് വിളിച്ചത്, ഹാജരുണ്ടോന്ന്. കൂട്ടി കയറാൻ അങ്ങോട്ട്. കൂട്ടി കയറാൻ പറഞ്ഞാൽ അതിന്റെ വാതിൽ എവിടെ? എനിക്ക് അറിയാൻ വയ്യ. എതിലാണ് കാരണം? നിനക്ക് വാതിൽ അറിയാൻ വയ്യ? എനിക്കറിയാൻ വയ്യ. ഇന്നലെ ആൾക്കാരൊക്കെ കയറിയാണെങ്കിൽ ഇന്ന് വാതിൽ എവിടെ പോയത് എനിക്ക് ഞാൻ കണ്ടില്ല. അതാ വാതിൽ ഇതാ കിടക്കുന്നു. ഇതിലേക്കൂടാ ഇങ്ങനെ ഭവ്യതയോട് കൂടി നമ്മൾ കയറിയിട്ട് കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഒബ്ജെക്ഷൻ യുവർ ഓണർ. ഒബ്ജെക്ഷൻ സസ്റ്റെയിൻ. മാന്യമായിട്ട് കല്യാണം കഴിച്ചിരുന്ന സന്തോഷിന്റെ വീട്ടിൽ ചെന്ന് കട്ടില് പൊളിച്ച ഇങ്ങേർക്ക് നിയമ നടപടികൾ ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ആർക്ക്? ഇങ്ങേർക്ക് ആ കോട്ടൂർ ഇഞ്ഞു കൊടു. സൂപ്പറായിട്ട് ബാധിക്കുന്ന മരണം ഉറപ്പായിട്ട് മേടിച്ചു തരും. നിനക്ക് വഴി കാണിക്കാനല്ലടാ ഞാൻ അതിനകത്ത് കയറിയത്. ഞാനിപ്പോ ഒരു വഴിയാണ്. ഓടിച്ചെന്ന് കയറി. എന്താണ് പേര്? പുഷ്പരാജ്. ഉപ്പൈ. കോടതിയിൽ അത് മതി. ബഹുമാനപ്പെട്ട കോമതി. കോമതിയാ? കോടതിയിലെ കോമതി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന് 2800 രൂപ പിഴ. സാറേ, ഞാൻ പെട്ടെന്ന് എനിക്ക് വിഷമം വന്നപ്പോഴത്തേക്ക് കുളിക്കുകയാണ്. ഞാൻ ഒരു പാവപ്പെട്ട ഒരു തണിപ്പടിക്കാരനാണ്. ഞാൻ ഒരു വീട്ടിൽ ഇരുന്ന് കോഴിക്കോട് പണിഞ്ഞിരുന്നപ്പോ ഈ സാർ എന്റെ അടുത്ത് പറഞ്ഞ്, പുപ്പ നീ അവിടെ മറ്റൊരു കട്ടില് പണിഞ്ഞ ഓർമ്മയുണ്ട? അതിന് കോടതിയിൽ നിനക്ക് നല്ല സൂപ്പർ ഒരു പണി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നാണ്. കേട്ട മതി കേൾക്കാത്ത മതി ഞാൻ പണിസാധനം എടുത്തോണ്ട് വന്ന്. പണി ഇതുവരെയൊക്കെ എന്താണെന്ന് പറഞ്ഞില്ല എന്റെ അടുത്ത്. നിനക്ക് സൂപ്പർ ഒരു പണി ഇവിടെ ഉണ്ട്. തന്നെ ഉണ്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാൻ ഇപ്പോഴല്ലേ വന്ന് കയറി. എനിക്കങ്ങനെ ഈ സാറിന് അറിയാവുന്നത്. നിനക്ക് ഓർമ്മ കാണില്ല. ആദ്യ രാത്രി ഇടന്നോ നീ എന്റെ സന്തോഷം എന്ന് പറഞ്ഞൊരു പയ്യനെ നീ ആദ്യ രാത്രിക്ക് കട്ടിൽ പണിത് കൊടുത്തു. പാലും പഴവുമായി ആ പെണ്ണ് കട്ടിലിൻ്റെ അടുത്ത് വന്ന് കൂട്ടിക്കുഴച്ച് തിന്നാനായിട്ട് കയറി കട്ടിലിൽ ഇരുന്നപ്പോ ആ കട്ടില് പൊളിഞ്ഞു വീണു. ആ പാവപ്പെട്ട 2 പിള്ളേരും ആശുപത്രിയിലായി. നിനക്ക് ഒരു തൂക്കുകയർ ഞാൻ മേടിച്ച് തരും. എന്താണോ അത്? ആളാകരുത്, ആളാകാൻ നോക്കരുത്. തലയ്ക്ക് മുകളിൽ ഒരു ഗരുഡൻ വട്ടമിട്ട് പറക്കുന്നു. സുരേഷ് ഗോപി. ആവശ്യമില്ലാതെ സുരേഷ് ഗോപി അവതരിപ്പിച്ചതിന് 8000 രൂപ വക്കീലിന്റെ പിഴ. സാറിന് മനസ്സിലായല്ലോ സുരേഷ് ഗോപി അന്ന്. ഇനി ഞാൻ വെച്ച് കയറിക്കോളും. ബഹുമാനപ്പെട്ട കോമതി. കോടതിനെ വീണ്ടും കോമതി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന് എനിക്ക് 8000 രൂപ പിഴ. എന്റെ അപ്പനപ്പന്മാരായിട്ട് എല്ലാരും മരപ്പണിക്കാരാണ്. അതെനിക്കറിയാം. അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിക്കുന്നതിനാണ്. അല്ല, കോടതിയിൽ തെളിവ് വേണം. തന്നെ ആ തെളിവ് കറക്റ്റ് ആയിട്ട് പറയാം. എന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു പ്രകൃതി സ്നേഹിയാണ്. ഏത് മരം കണ്ടാലും കൊത്തു. അപ്പൊ മരം കൊത്തി അല്ല, എന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ വീട്ടിന്റെ അടുത്ത് ഭയങ്കരമായ ഒരു പുഴയുണ്ട് കേട്ടാ. ആ പുഴയുടെ സൈഡിൽ അടിപൊളി ഒരു മരമുണ്ട്. മരത്തില് കിളികളുണ്ടാ? കിളിയൊന്നുമില്ല. കിളിയുടെ സൗണ്ട് വേണ്ട, നിർത്ത്. ഇപ്പൊ പിഴ അടിച്ചു തരും. ആ മരത്തിന്റെ സൈഡിൽ കുത്തി ഇരുന്നിട്ട് എന്തോ എത്തി നോക്കിയിരുന്ന സമയത്ത് അപ്പൂപ്പന്റെ കണ്ണിൽ എന്തോ കൊത്തി. എന്നിട്ട് ഒരു കാറ്റാ അപ്പു അങ്ങോട്ട് നോക്കിയിട്ടില്ലായിരുന്ന പുറകെ കൂടെ മലവെള്ളം വന്ന് അപ്പൂപ്പനെ എടുത്തോണ്ട് പോയി. എന്റെ അപ്പൂപ്പൻ മരിച്ചുപോയി. കോടതി കഴിഞ്ഞ ഇപ്പൊ പിഴ അടച്ചു തരുവേ. അപ്പൂപ്പന്റെ ബോഡി കിട്ടിയായിരുന്ന? അപ്പൂപ്പന്റെ ബോഡിയും കിട്ടി, അക്കരെ കുളിച്ചോണ്ടുന്ന രമണിയുടെ പാവാടയും കിട്ടി. മരിച്ചെങ്കിലും അദ്ദേഹം രമണിയുടെ പാവാടയെന്ന് പിടികിട്ടില്ല. അപ്പൂപ്പന്റെ ബോഡിയും രമണിയുടെ പാവാടയും ഒരുമിച്ച് ദഹിപ്പിച്ചു. ശുഭ. കുളിസിയും കേസ് 24-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പൂപ്പൻ മരിച്ചായിരുന്നു. അപ്പൂപ്പൻ മരിക്കട്ട്, കുളിസിയും കേസല്ലേ. ഇവിടെ ഇരിക്കുമ്പോ നമുക്കൊരു സുഖം. മിസ്റ്റർ പുഷ്പൻ, എത്രയൊക്കെ മറച്ചു വെച്ചാലും നീ കട്ടിൽ പണിഞ്ഞ കേസ് എന്നെങ്കിലും ഒരിക്കൽ മറ നീക്കി പുറത്തു വരും. മമ്മൂക്ക. മഹാനായ നടൻ മമ്മൂട്ടിയെ അവതരിപ്പിച്ചതിന് കോടതിയിൽ 8000 രൂപ വക്കീലിന് പിഴ. ശമ്പളം ഇല്ല. ഇനി എനിക്ക് പെറ്റിയിടാൻ വയ്യ. ഞാൻ ഇപ്പൊ പാന ഓടിച്ചു കളഞ്ഞു. നിങ്ങളിത് ചെയ്തോ? ഞാൻ ചെയ്തിട്ടില്ല. ഉറപ്പാണോ? ഞാനിത് നിഷേധിക്കുന്നു.
ഇതുകൊണ്ട് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇതുകൊണ്ട് നിന്നെ കൊല്ലൂല, തൂക്കേറ് വെച്ച് നിന്നെ കൊല്ലും. കോടതിയിലെ കൂട് പൊളിച്ചിട്ടേന് 18,000 രൂപ പിഴ. സാറേ കൂടില്ലാതെ ഞാൻ വാദിക്കൂല. പുപ്പ 5 മണിക്ക് എനിക്ക് കോടതി അടച്ചിട്ട് വീട്ടിൽ പോകാനുള്ളതാണ്. എന്തെങ്കിലും നടക്കും. എനിക്ക് ശമ്പളം കൊടുക്കാൻ വേണം. എനിക്കിന്ന് മെഗാ ഷോ ഉള്ളതാണ്. നിങ്ങൾ വിഷമിക്കാതിരിക്കും. ചുമ്മാ അല്ല ഞാൻ ഇതും കൊണ്ട് നടക്കണത്. ഇതിനകത്ത് കംപ്ലീറ്റ് പണി സാധനങ്ങളാണ്. ഞാൻ സെറ്റ് ചെയ്ത് തരാം. പെട്ടെന്ന് തെറ്റി അങ്ങോട്ട്. നിങ്ങൾ വാദിച്ചോ. നമുക്ക് ബാധിക്കുന്ന ഒരു ശല്യം ഉണ്ടാക്കല്ലേ? ഇല്ല നിങ്ങൾ പിന്നെ ആണി വേണം കേട്ടോ. IPC 300 ആണിയൊന്നും വേണ്ട, 250 ആണി മതി. വാങ്ങിച്ചോണ്ട് ചന്ദ്രിയെ എന്ത് കാണിക്കുന്നത് സാറേ? ഇത് ഏത് തടി? അത് മഹാകേണ. നിങ്ങളെ കാര്യമല്ല ചോദിച്ചത്, തടി ഏതെന്നാണ് ചോദിച്ചത്. എടാ പുഷ്പ കണ്ടല്ല അറിഞ്ഞൂടെ മഹാഗണി. ഒരാളും കൂടെ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ സാറത്തിൽ ഒന്ന് സഹായിക്കണം സാറേ. അങ്ങോട്ട് ഒത്തിരി ഒന്ന് സഹായിച്ചു. ഞാൻ ഈ കൂട്ടൊക്കെ ഇട്ടോണ്ട് പിന്നെ ഇവിടെ ഭയങ്കര മറപ്പ് എന്നെ അങ്ങോട്ട് ഒന്ന് സഹായിച്ചു കൊടുത്തിരി. പണി അങ്ങോട്ട് പെട്ടെന്ന് പണിയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളോട് എന്നോട് സഹായിക്കണം. സഹായിക്കാൻ വക്കീലുണ്ടല്ലോ, വക്കീലൊന്ന് സഹായിച്ചു കൊടുക്കും. ചുറ്റും ചേർത്താണ്. എനിക്കിവിടെ കൊട്ടണം. കൊട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കണം. 5:30 മണിക്ക് പോകാനില്ല. ഞാൻ എടുക്കും ആൾക്കാർ ഒരു കാര്യം ചെയ്യും. ഞാൻ കൂടാ സൗണ്ട് കേട്ടാ പോരെ. അടിച്ചോ. ഇതിപ്പോ എന്ത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തീരൂല്ലത്. മറുതലയ്ക്ക് ആരെങ്കിലും വേണം ഇതിനകത്ത്. സുഹൃത്തെ ഒന്ന് സഹായിക്കാവോ? ആ പാവപ്പെട്ട മനുഷ്യൻ ഒറ്റ കിടന്ന് കഷ്ടപ്പെടണം. കേസ് നോക്കാണ്ട്. കേസൊക്കെ പിന്നെ നോക്കാം. നമുക്ക് 5:30 തീർത്തിട്ട് പോകാൻ ഒന്ന് ഇറങ്ങി ഇങ്ങോട്ട് വേദിയിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞത് വലിയ കഷ്ടം തന്നെ. പാട് തന്നെ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വാളിയാ അങ്ങോട്ട്. ജഡ്ജീനക്കാരെ അളിയാന്ന ഓർഡർ ഓർഡർ പറയണ്ട, ഞാനാണ്, നീയല്ല. നിങ്ങളെ ഓർഡർ അല്ല ഞാൻ പറഞ്ഞ ഉച്ചയ്ക്കുള്ള ഊണിനുള്ള ഓർഡർ കൊടുക്കണം. പൊരിച്ചമീൻ വേണോ? ഒരു പൊരിച്ചമീൻ എനിക്ക് ആ ഞാൻ വിളിച്ച് പറഞ്ഞു. പവിത്രമായ കോടതിയിൽ പൊരിച്ചുമീൻ കയറ്റിയതിന് 2-നും 25,000 രൂപ വെച്ച് പേത. തുടങ്ങാം. എന്നാ പിന്നെ തുടങ്ങാം. വേഗം വേണം ജഡ്ജി മേസ്തിരി, എനിക്കെന്ന് വീട്ടിൽ പോണം പൊന്നു മേസ്തിരി. വേഗം വേണം ജഡ്ജി മേസ്തിരി, എനിക്കെന്ന് ഷോയ്ക്ക് പോണം പൊന്നു മേസ്തിരി. ഈ മേസ്തിരിയെ മാറ്റി നിർത്ത്, ഈ മേസ്തിരിയെ മാറ്റി നിർത്ത്. എല്ലാം കൂട്ടി വെച്ചേക്ക് എന്നല്ലേ? ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റ്. എന്തൊരു സെറ്റായി? വളവുണ്ട്, ചെറിയ വളവുണ്ട്. ഈ വളവിലിടുന്ന വിധി പറയത്തുള്ളൂ. ആ കസേര പോയിരുന്ന് പറയൂലേ. പോ അങ്ങോട്ട്. സാറേ ഇതൊക്കെ ധൈര്യമായിട്ട് ഇതിന്റെ മോളിൽ കയറി വാദിക്കാം സാറേ. ഇതിന്റെ മോളിൽ കയറി വാദിക്കാൻ പറ്റത്തില്ല. ഇതിന് ചെറിയ ആട്ടമുണ്ട്. എന്നാൽ നല്ല കൂടുതൽ ആട്ടം മാറ്റിയാലേ ഞാൻ വാദിക്കത്തുള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അത് ചുമ്മാ അല്ല, ഇതിനകത്തൊരു ആപ്പ് വേണം. ആപ്പ് ഇപ്പൊ എവിടെ പോയി നോക്കും. അതായിരിക്കണ്ട ആപ്പ്. അതും പൊളിഞ്ഞു. ഞാൻ തൊട്ടതേ ഉള്ളു, അപ്പോഴേ വീണു. എന്റെ കൂടും പൊളിച്ചിട്ട് എല്ലാം പൊളിച്ചിട്ട്. ആദ്യ രാത്രിയിൽ കട്ടില് പൊളിഞ്ഞ് 2 ദമ്പതികൾ പരിക്കേൽക്കുകയും ഇപ്പോൾ കോടതിയിൽ വന്ന് കോടതി പൊളിക്കുകയും ചെയ്ത ഈ പുഷ്പന് തക്കതായ പിഴ ഈടാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. വലിയൊരു പിഴയിടും. കാരണം നിങ്ങൾ ഇനി എത്ര പിഴ ഇട്ടാലും ഈ പറഞ്ഞ പൈസ എല്ലാം ഞാൻ തന്നോളാം. പിഴ അടച്ചിട്ട് അവിടെ കോടതിയിൽ പോകാൻ പറ്റുള്ളൂ. എന്റെ ഒരേ ഒരു കൂട്ടുകാരുണ്ട്, എന്റെ ജീവന്റെ ജീവനായ ജീവ. ആര്? എങ്ങനെ നോക്കണം അല്ലെ? ഒന്ന് സഹായിക്കണം. അനങ്ങൂല. എവിടെന്നെങ്കിലും പലിശയ്ക്ക് കുറച്ച് പൈസ എടുത്ത് തന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ജീവനം കൊണ്ടുപോകാൻ പറ്റും. തരും പൈസ തരാന്ന് ഏറ്റ്. അനുവാദമില്ലാതെ കോടതി കയറിയ ജീവയ്ക്ക് 5,000 രൂപ. ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ എന്റെ സ്ഥിതി അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഒരു ലോക തോൽവി, അതിലും വലിയ തോൽവി ആയിപ്പോയല്ലോ. 5,000 രൂപ 300 പോലും ഇല്ല. പൈസ തരാവുന്ന 3 പേരെ സെറ്റ് ചെയ്താൽ മതിയോ? പൈസ കിട്ടിയാലേ അവനെ ഇവിടെ വിടത്തുള്ളൂ. അതായാലും മതി, കുഴപ്പമില്ല. അങ്ങനെയാണ് 3 പേരെ എന്റെ പരിചയത്തിലുണ്ട്. വിളിച്ചോട്ടെ. ആര്? വിളി. അസീസിക്ക, ഷാജോൻ ചേട്ടൻ, നസീർക്ക. അത് പേടിച്ച് വിളിക്കുന്ന ഉറച്ചു പറയാൻ നല്ലപോലെ പറയാം. അസീസിക്ക, ഷാജോൻ ചേട്ടൻ, നസീർ സംക്രാന്തി. നല്ലൊരു വിധി ഇവർക്ക് കൊടുക്കണം. എന്നോട് ചേർത്ത് കൊടുത്തോ? ചേർത്ത് കൊടുക്കാം. എന്തായാലും നന്നായിരുന്നു കേട്ടോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.